മാപ്സിമരിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പകിടകളി എന്ന് പറഞ്ഞ വളരെ പ്രത്യേകത പറഞ്ഞ സിനിമ. ആ ഒരു സിനിമയുടെ താരങ്ങളാണ് നമ്മുടെ പുതുമുഖങ്ങളാണ്. വലിയ ഞാൻ ദേവസൂര്യ എന്നാണ് പേര്. മോഡലിംഗ് ആക്ടിങ് പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു പ്രൊജക്റ്റ് ആണിത്. ഹായ്, ഞാൻ ദേവസൂര്യ. ഈ സിനിമയിലൊരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് മൂവിയാണ്. പിന്നെ ചെറിയ മോഡലിംഗ് പരിപാടികളൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം ചെയ്ത് ഇങ്ങനെ വന്നത്. പിന്നീടാണ് ഈ ഒരു ഇൻഡസ്ട്രിക്ക് മാറിയത്. ഞാൻ അന്നമരിയ. ഞാനും ബികോം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെജന്റ് ഷോ ചെയ്യുന്നുണ്ടായിരുന്നു, മോഡലിംഗ് തന്നെ. അതിൽ വിൻ ചെയ്തു. പിന്നെ JPM കോളേജ് കൽത്തൊട്ടി. എന്റെ വീട് ഇടുക്കി കട്ടപ്പന. ഇടുക്കി. അപ്പോ അത് കഴിഞ്ഞ് പിന്നെ ആക്ടിങ് കൊണ്ടോട്ട് ഇഷ്ടമാണ്, മോണോക്ട് അങ്ങനെയൊക്കെ. അപ്പോ പിന്നെ ആക്ടിങ് ഒരു പാഷനാക്കി. മോഡലിംഗ് ഉണ്ട്, ആക്ടിങ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ചെയ്യുന്നു. ഇല്ല, ഇപ്പൊ പഠിക്കുന്നില്ല. ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ബികോം കഴിഞ്ഞു. അപ്പൊ ഈ പകിടകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് കുറെ പ്രത്യേകതകളുണ്ട് അല്ലെ? കുറെ സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഗിന്നസ് റെക്കോർഡുകൾ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടു. ഡയറക്ടർ ഇല്ലല്ലോ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മലയാളത്തിൽ റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് മൂവി എൻറ്റയർലി ഷോട്ട് ഓൺ ഐഫോൺ, അതും 15 Pro Max എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഡിവൈസിലാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അതിന് നമുക്ക് വേൾഡ് ടാലന്റ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അത് ഫസ്റ്റ് ടൈമാണ് ഒരു തിയേറ്റർ റിലീസ് വരുന്നത്. കുറച്ച് സിനിമകൾ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഐഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ ഈ OTT പോലെയുള്ള പ്ലാറ്റ്ഫോംസിലാണ് റിലീസ് ആയിട്ടുള്ളത്. ഇതുവരെ തിയേറ്ററിൽ നമുക്ക് അങ്ങനെ റിലീസ് ആയിട്ടില്ല. അപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് മൂവി എന്നുള്ള ബേസിസിൽ ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ന്യൂ ടാലന്റ് റെക്കോർഡ് അല്ല, വേൾഡ് ടാലന്റ് റെക്കോർഡ് എന്നാണ് അതിന്റെ പേര്. ആ റെക്കോർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു സൗത്ത് ഇന്ത്യ മൊത്തം കവർ ചെയ്തിട്ട് നമ്മളിപ്പോ ഫസ്റ്റ് ബാംഗ്ലൂര്, ചെന്നൈ, കോലാർ, ഹൈദരാബാദ് അവിടെയൊക്കെ പോയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് വന്നത്. പിന്നെ കുറച്ച് ഭാഗം ഒരു 80% പുറത്തായിരുന്നു, 20% നമ്മൾ നാട്ടിൽ ഷൂട്ട് ചെയ്തത്. എന്താണ് ഇതിന്റെ ക്യാരക്ടേഴ്സ്? പോസിറ്റീവ് ക്യാരക്ടർ ആണോ? പോസിറ്റീവ് ആയിട്ടുള്ള കാണുമ്പോൾ കുറച്ചൊരു എന്താ പറയുക, വയലന്റ് മൂഡാണ്. അതാണ് പടം മൊത്തത്തിൽ ഒരു വയലന്റ് പടമാണ്. ക്യാരക്ടറിന്റെ പേരെന്താണ്? ക്യാരക്ടറിന്റെ പേര് ദേവ എന്നാണ് പേര്. പിന്നെ ടിറ്റോ ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് സെബാൻ എന്നാണ്. സെബാനും ദേവനും നിങ്ങൾ രണ്ടുപേരുമാണ് ലീഡ് ചെയ്യുന്നത്. അതെ അതെ, ഒരു മോർ ലൈക്ക് ബ്രദേഴ്സ് പോലെയാണ്. അത് ഡയറക്ടർ സജസ്റ്റ് ചെയ്ത നിഷാദ് സജസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ഇട്ടോളാൻ പറഞ്ഞത്. അപ്പോ നമ്മളിങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ എല്ലായിടത്തും ഇങ്ങനെ പോയിട്ട് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ബേസിക് ആയിട്ട്. അപ്പൊ ആ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കറങ്ങി നമ്മൾ അവിടെ തന്നെ ഷൂട്ട് ചെയ്ത് അവിടുത്തെ ആൾക്കാരെ ഒരുപാട് പേരെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ പടത്തില്. ഇപ്പൊ നമ്മൾ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരെ പറ്റിയ ആൾക്കാരെ നമ്മൾ റിഹേഴ്സൽ കൊടുത്ത് അവിടെ ചെന്ന് ഷൂട്ട് ചെയ്ത് വലിയൊരു പ്രോസസ്. നമ്മൾ പോയിട്ട് അവരെ കണ്ട് നമുക്ക് പറ്റാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് റിഹേഴ്സലൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഉണ്ടായിരുന്നു. പിന്നെ അതിലൊരുപാട് ലിമിറ്റേഷൻസ് നമുക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് കുറെ കാര്യങ്ങൾ നമുക്ക് തരണം ചെയ്ത് പോകേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം നമ്മൾ അറിയാത്തൊരു നാട്ടിൽ ചെന്നിട്ട് അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ അതിന് കുറെ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്ത് നമുക്ക് കുറെ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നു. നമ്മള് കുറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്തപ്പോഴൊക്കെ നമ്മുടെ ഫൂട്ടേജ് പിടിച്ചു വെച്ചിട്ട് പോയി പോലീസുകാർ വന്നിട്ട് അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കുറെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള കുറെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു.